അതൊരു ഫേക്ക് ന്യൂസാണ്. ദുബായിൽ ഒരു ആഡംബര ഫ്ലാറ്റോ അതുപോലെ തന്നെ ഗോൾഡൻ വിസയോ എനിക്ക് കിട്ടിയിട്ടില്ല. ഈ പ്രേക്ഷകർക്ക് പലതും പറയാം, മൈൻഡ് ചെയ്യണ്ട, പ്രേക്ഷകർ പലതും പറയും. ബിഗ് ബോസ് സീസൺ 7 ജനഹൃദയങ്ങളിലെ വിന്നർ അനീഷാണെന്ന് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പറയുന്നത് കേട്ടു. അതുകൊണ്ട് തന്നെ അനീഷിന് അങ്ങ് ദുബായിൽ ഒരു ആഡംബര ഫ്ലാറ്റ് ആരാണ്ടോ കൊടുത്തു, അനീഷിന് ഗോൾഡൻ വിസ കൊടുത്തു എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ പ്രചരിക്കുന്നത് കണ്ടു. അപ്പോൾ അനീഷ് തന്നെ എന്താണ് സത്യം എന്നുള്ളത് കുറച്ച് മുമ്പ് അനീഷിന്റെ ചാനലിലൂടെ വന്ന് പറയുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാം. കൂടാതെ അനുമോളെ സ്നേഹിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരും ഈ വീഡിയോ കാണാനിരിക്കണേ അവസാനം വരെ. അനുമോള് കുറച്ച് മുമ്പ് പ്രേക്ഷകരെ പറ്റി വളരെ പുകഴ്ത്തി കുറച്ച് കാര്യങ്ങൾ പറയുന്നത് കേട്ടു. അനുമോളെ സ്നേഹിക്കുന്ന പ്രേക്ഷകരെ പറ്റി പുകഴ്ത്തി കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് നിങ്ങളെ എനിക്കൊന്ന് കാണിച്ചു തരണം. എന്നിട്ട് മാക്സിമം വളച്ചൊടിക്കാൻ പറ്റുന്ന രീതിയിൽ അതിനെ വളച്ചൊടിക്കണം. നിങ്ങൾ കമന്റ് ബോക്സിൽ തന്നെ നിങ്ങൾ വളച്ചൊടിക്കണം. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനത് കാണിച്ചു തരും. അത് കാണിച്ചു തുടങ്ങണോ അതോ അനീഷേട്ടന്റെ മറ്റേ ദുബായിലെ ഫ്ലാറ്റ് അതിൽ നിന്ന് നമുക്ക് തുടങ്ങണോ? അനീഷേട്ടനിൽ നിന്ന് തുടങ്ങാം അല്ലേ? എന്നിട്ട് നമുക്ക് അനുമോളിലേക്ക് പോകാം. അതായിരിക്കും നല്ലത്. ഇല്ലെങ്കിൽ ചിലപ്പോൾ ആൾക്കാർ എന്നെ പറവുകാരനെ കള്ളാന്ന് വിളിക്കും. അനീഷ് അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ അനീഷേട്ടനെ പറ്റി അങ്ങനെ വാർത്തകൾ പ്രചരിക്കുന്നില്ല എന്നൊക്കെ വേണമെങ്കിൽ പറയും. അതുകൊണ്ട് നമുക്ക് ആദ്യമേ ആ വാർത്തയിൽ നിന്ന് തന്നെ അങ്ങോട്ട് തുടങ്ങാം. കാരണം എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരുപാട് പേര് അനീഷേട്ടന്റെ പുറകെയാണ് കേട്ടോ. 2 ദിവസം, അതായത് 2 ദിവസമായിട്ട് ഞാൻ നോക്കുമ്പോൾ, സോഷ്യൽ മീഡിയ നോക്കുമ്പോൾ പല സാധനങ്ങൾ അനീഷേട്ടനെ ഇങ്ങനെ കുത്തിപ്പൊങ്ങി വരുന്നുണ്ട്. പല കുത്തിപ്പൊങ്ങി വരാനും മാത്രമൊന്നും ഇല്ല, ലൈക്ക് ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് മെർജ് ചെയ്ത് ഇങ്ങനെ ആൾക്കാർ പടച്ചു വിടുന്നുണ്ട്. മെയിനായിട്ട് നമ്മുടെ അനുമോള് എയർപോർട്ടിൽ വന്ന് ഇറങ്ങിയപ്പോൾ ഉള്ള കുറച്ച് ക്ലിപ്സ് ഒക്കെ ഉണ്ടേ. അതൊക്കെ എടുത്തിട്ട് അനുമോള് വന്നപ്പം അനുമോളെ സ്വീകരിക്കാൻ നിൽക്കുന്ന ആൾക്കാരെയും അനീഷേട്ടനെ അങ്ങ് തൃശ്ശൂരിൽ ജനങ്ങൾ സ്വീകരിച്ചതും ഇതൊക്കെ എയർപോർട്ടിലൊന്നും പറയാൻ പറ്റത്തില്ല. ആര്യനാടുണ്ടല്ലോ നമ്മുടെ അനുമോളുടെ നാട്ടിൽ, അവിടെ ജനങ്ങൾ സ്വീകരിച്ചതും തൃശ്ശൂര് അനീഷേട്ടന്റെ നാട്ടിൽ അനീഷേട്ടനെ സ്വീകരിച്ചതും ഒക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് കുത്തിക്കയറ്റി ഇങ്ങനെ കുറെ വീഡിയോകൾ കണ്ടു. അപ്പൊ അതൊക്കെ കാണുമ്പോഴത്തേക്ക് ജനങ്ങളെ ഏറ്റവും കൂടുതൽ ആരെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് അതിനകത്ത് നിന്നൊക്കെ മനസ്സിലാവും കേട്ടോ. പക്ഷെ വേറൊരു കാര്യം കൂടെ ഉണ്ട് അതിനകത്ത്. അനുമോളെ സപ്പോർട്ട് ചെയ്യുന്നത് കൂടുതലും കൊച്ചു പിള്ളേരാണെന്നൊന്നും ആരും പറയരുത്. വീട്ടിലിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട അമ്മ പെങ്ങന്മാരാണ് ഒരുപാട് നമ്മുടെ അനുമോളെ സ്നേഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചേച്ചിമാർക്കെല്ലാം ഇപ്പം ആര്യനായിട്ട് റോഡ് സൈഡിൽ വന്ന് അനുമോക്ക് വേണ്ടി കൈയടിക്കാൻ പറ്റിയെന്ന് വരത്തില്ല. അങ്ങനെയും കൂടെ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. ഒരുപാട് അങ്ങ് ബൂസ്റ്റ് ഒന്നും അല്ല. അപ്പം നമുക്ക് അനീഷേട്ടന്റെ വീഡിയോയിൽ നിന്ന് തന്നെ തുടങ്ങാം, എന്നിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് പോവാം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ അനീഷ്. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിൻ്റെ സത്യാവസ്ഥ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഒരുപാട് പേര് നേരിട്ടും ഓൺലൈനായിട്ടൊക്കെ എന്നോട് ചോദിക്കുന്നുണ്ട്, ദുബായിൽ ഒരു ആഡംബര ഫ്ലാറ്റും അതുപോലെ തന്നെ ഗോൾഡൻ വിസയൊക്കെ കിട്ടിയില്ലേ എന്ന് ചോദിക്കുന്നു. അതിന് സത്യാവസ്ഥ എന്താണെന്ന് വെച്ചാൽ യാതൊരു തരത്തിലും സത്യമായിട്ടുള്ള ഒരു വസ്തുതാപരമായിട്ടുള്ള ഒരു കാര്യം അല്ല ഈ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന വാർത്ത. ദുബായിൽ എനിക്കൊരു ആഡംബര ഫ്ലാറ്റോ അതുപോലെ തന്നെ ഗോൾഡൻ വിസയോ ഒന്നും കിട്ടിയിട്ടില്ല. അതൊരു ഫേക്ക് ന്യൂസാണ്. അപ്പോൾ ആ കാര്യം നിങ്ങളുമായിട്ട് പങ്കുവെക്കണം എന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ വന്നത്. അപ്പോൾ ഒന്ന് മനസ്സിലാക്കുക, അതൊരു ഫേക്ക് ന്യൂസാണ്. ദുബായിൽ ഒരു ആഡംബര ഫ്ലാറ്റോ അതുപോലെ തന്നെ ഗോൾഡൻ വിസയോ എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു സത്യാവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനൊരു ന്യൂസ് വരുമ്പോൾ എല്ലാവരും ചോദിക്കുന്നത് സ്വാഭാവികമാണ്. അതുകൊണ്ടാണ് ഞാൻ നേരിട്ട് വന്ന് ഇതിൻ്റെ സത്യാവസ്ഥ പറഞ്ഞത്. അപ്പോൾ എല്ലാവർക്കും, ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. അപ്പോൾ ഈ വിഷയത്തിൽ ഇനി അധികം ചർച്ചയൊന്നും വേണ്ടല്ലോ. ഈ ഒരു വാർത്ത പടച്ചുവിടുന്ന ചേട്ടന്മാർ നിങ്ങൾ തന്നെ അതങ്ങ് റിമൂവ് ചെയ്തേക്ക്. പോസ്റ്റൊക്കെ ആയിട്ട് അടിച്ചു വിടുന്നുണ്ടെങ്കിൽ അതങ്ങ് റിമൂവ് ചെയ്തേക്ക്. കാരണം എന്താ, പുള്ളി തന്നെ വന്ന് പറഞ്ഞു അങ്ങനെ ഒരു തേങ്ങയില്ല, ചുമ്മാ അടിച്ചിറക്കി വിടുന്നതാന്ന്. അല്ല, ഞാനും ആലോചിച്ചു, പുള്ളിക്ക് ഫസ്റ്റ് റണ്ണറപ്പാണ്, പിന്നെ സ്നേഹത്തിന്റെ പേരിൽ ആരെങ്കിലും, എന്നാലും ദുബായിലൊരു ഫ്ലാറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇച്ചിരി കൂടിപ്പോയില്ലേ? ഗോൾഡൻ വിസ ഓക്കെ, പക്ഷെ ഈ തൃശ്ശൂരുകാരൻ സർക്കാർ ജോലിക്കാരൻ പുള്ളിക്ക് എനിക്ക് തോന്നുന്നില്ല പുള്ളി കേരളം വിട്ടു പോകുന്നു. കേരളം ഞാൻ പറയുന്നില്ലല്ലോ, ചിലപ്പോൾ ഇനി തമിഴ്നാട്ടിലെങ്ങാനും പുള്ളി പോയാലും. അപ്പം ഇന്ത്യ വിട്ട് പുള്ളി പോകുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അപ്പൊ ആ മനുഷ്യന് ഈ ദുബായിൽ ഗോൾഡൻ വിസയുടെ ആവശ്യം എനിക്ക് അറിയത്തില്ല. അപ്പൊ എന്താണെങ്കിലും വെറുതെ പടച്ചു വിടുന്നതാണെന്ന് പുള്ളി തന്നെ പറഞ്ഞു. ഓക്കെ, പിന്നെ ഇതുപോലുള്ള
പടച്ചുവിടുന്ന ഒരുപാട് കഥകൾ 2 ദിവസമായിട്ട് ഞാൻ കേൾക്കുന്നുണ്ട്. കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാനത് പറഞ്ഞെന്ന് തോന്നുന്നു. നമ്മുടെ അനീഷേട്ടനൊരു ഗേ ആണെന്ന് വരെ ചില കിംബദന്തികൾ കേൾക്കുന്നുണ്ട്. സത്യം എന്താണെന്നൊന്നും എനിക്ക് അറിയത്തില്ല കേട്ടോ. ഞാനിപ്പം വന്നിട്ട് പുള്ളി അങ്ങനൊന്നും അല്ല, ചുമ്മാ വെറുതെ അടിച്ചുവിടുന്ന വാർത്തയെന്ന് പറഞ്ഞിട്ട് നാളെ ഇനി അതെങ്ങാനും സത്യമാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ നെഞ്ചത്തോട്ട് വരും. അതുകൊണ്ട് തന്നെ എനിക്കറിയാൻ പാടില്ല, നമുക്ക് സത്യം എന്താണെന്നൊന്നും അറിയത്തില്ല. ചുമ്മാ ഈ അടിച്ചിറക്കി വിടുന്നത് എങ്ങനെ വരുന്നെന്ന് എനിക്കറിയത്തില്ല. പുള്ളി ഇനി ആരോടെങ്കിലും സമ്മതിച്ചോ, അടാ മോനെ ഞാൻ ഗേ അടാ എന്ന് പുള്ളി ആരോടെങ്കിലും സമ്മതിച്ചോ? അങ്ങനെയാണെങ്കിൽ ഓക്കെ. ഇത് ചുമ്മാ ആ മനുഷ്യനെ, പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു അയാൾ ഈ അനിമോളെ പ്രപ്പോസ് ചെയ്ത ആ ഒരു പരിപാടി കൊണ്ടൊക്കെ ഇനി ദേഷ്യം പിടിച്ചിട്ട് ആരെങ്കിലും ഒക്കെ അടിച്ചിറക്കി വിടുന്നതാണോന്ന് അറിയത്തില്ല. ഇങ്ങനെയുള്ള ഒരു കഥ ഒരു സൈഡിൽ ഞാൻ കേട്ടു കേട്ടോ. നിങ്ങൾ ആരെങ്കിലും കേട്ടോ? ഞാനിങ്ങനെ കേട്ടു, ഇങ്ങനെ ഒരു പരിപാടി പുള്ളി വേറെ സീനാണെന്നൊക്കെ ഇങ്ങനെ അടിച്ചിറക്കി വിടുന്ന. ആർക്കറിയാം എന്താണെങ്കിലും, നമുക്ക് അതിൻ്റെ തെളിവൊന്നുമില്ല. പുള്ളിയാണെങ്കിൽ അതിനെപ്പറ്റി ഒന്നും പറഞ്ഞിട്ടുമില്ല. അപ്പൊ പിന്നെ പുള്ളി സ്ട്രേറ്റ് ആണെന്നുള്ള രീതിയിലാണ്. പുള്ളി ഒരു കല്യാണം കഴിച്ചു, വീണ്ടും പുള്ളി ഒരു കല്യാണം കഴിക്കാൻ മുട്ടി നിൽക്കുകയാണെന്ന് വരെ പുള്ളി കഴിഞ്ഞ ദിവസം പറഞ്ഞു. മുട്ടി നിൽക്കുവാന്ന് അങ്ങനെയൊന്നും പറഞ്ഞില്ല, ഞാൻ പിന്നെ അതൊരു പുഷ് കൊടുത്തതാ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്ന പുള്ളി ഗേ ആണെന്നൊക്കെ പറയുന്നത് ഏതർത്ഥത്തിലാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ അനീഷേട്ടന്റെ ചാപ്റ്റർ അവിടെ നമ്മൾ ക്ലോസ് ചെയ്യാണ്. ഇനി നമുക്ക് സുന്ദരിക്കുട്ടി അനുമോളിലേക്ക് വരാം. അനുമോളുടെ ഒരു വീഡിയോ കുറച്ച് മുമ്പ് ഞാൻ കണ്ടു. എല്ലാവരും കണ്ടിരിക്കണം. അനുമോളെ സ്നേഹിക്കുന്ന ഓരോ വ്യക്തിയും ഇത് കണ്ടിരിക്കണം. നിങ്ങൾക്ക് വേണ്ടിയാ അനുമോൾ ഇത് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടി ഞാനത് ഡെഡിക്കേറ്റ് ചെയ്യുക ഈ വീഡിയോ. നിങ്ങൾ കണ്ടിരിക്കണം. എന്നിട്ട് മാക്സിമം നിങ്ങൾ വെളുപ്പിക്കാൻ ശ്രമിക്കണം കേട്ടോ. അത് അങ്ങനെയല്ല, അത് അനുമോൾ ഉദ്ദേശിച്ചത് ഇങ്ങനെയാണ്, അനുമോൾ പക്ഷെ അങ്ങനെ എന്ന് തന്നെ പറയണം കേട്ടോ. ഇതൊന്ന് കാണണേ, എന്നിട്ട് നല്ല രീതിയിൽ വെളുപ്പിക്കുക. എനിക്കിത് എങ്ങനെ വെളുപ്പിക്കണമെന്ന് മനസ്സിലാവുന്നില്ല. പറ്റിയ പോലൊക്കെ ഞാൻ വെളുപ്പിച്ചു തരാവേ. ഇതൊന്ന് കണ്ടോ. ഈ റോബിനെ അനുകരിക്കുന്ന കുറേ ആൾക്കാർ പറയും. ഞാൻ കണ്ടില്ല സാധനം. ഇപ്പൊ എനിക്ക് അനീഷനെ പോലെ ആവാൻ പറ്റില്ല, അനീഷന് എന്നെ പോലെ ആവാൻ പറ്റില്ല, റോബിനെ പോലെ ആവാൻ അനീഷനും പറ്റില്ല. അങ്ങനെ നിങ്ങളാണ് വിചാരിച്ചെടുക്കുന്നത് അനുകരിക്കുന്നതൊക്കെ. ഇത് കഴിഞ്ഞിട്ട് ബിഗ് ബോസ് ഈ പ്രേക്ഷകർക്ക് പലതും പറയാം, മൈൻഡ് ചെയ്യണ്ട. പ്രേക്ഷകർ പലതും പറയും. പ്രേക്ഷകരെ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. പ്രേക്ഷകർ പലതും പറയും. പ്രേക്ഷകരെ മൈൻഡ് ചെയ്യല്ലേ. പ്രേക്ഷകർ മണ്ടന്മാര്. അയ്യേ, എനിക്കത്രേ പറയാനുള്ളൂ. മൈൻഡ് ചെയ്യണ്ട പ്രേക്ഷകരെ അല്ലേ. ഇത്രയും കുത്തിയിരുന്ന് വോട്ട് കൊടുത്ത പ്രേക്ഷകരെ മൈൻഡ് ചെയ്യണ്ട. അവര് പലതും പറയും. അയ്യേ, അല്ല പ്രേക്ഷകരെ നിങ്ങൾ കൈയടിക്കണം കേട്ടോ. അനുമോള് പറഞ്ഞതാ കറക്റ്റ്, കൈയടിക്കണേ. എല്ലാ അനുമോള് പറയുന്നേ കറക്റ്റ്. നമ്മളൊക്കെ വെറുതെ മണ്ടന്മാരി ഇമ്മ. അയ്യേ, ഇതും വെളുപ്പിക്കും. ഇപ്പൊ വന്നിരുന്ന് വെളുപ്പിക്കും ഇതിനെ. അല്ല ഇതിനെ എങ്ങനെ, ഞാൻ കുറെ നേരം ആലോചിച്ചടേ ഇതിനെ എങ്ങനെ വെളുപ്പിക്കാന്ന്. സത്യം പറയാലോ, ഞാൻ പലതവണ ആലോചിച്ചു. കാരണം ഇതിനെയൊക്കെ വെളുപ്പിച്ചാലേ നമുക്ക് റീച്ച് ഉള്ളടേ. ഞാനതുകൊണ്ട് കുത്തിയിരുന്ന് വെളുപ്പിക്കാൻ നോക്കി, പക്ഷെ എനിക്ക് പറ്റുന്നില്ല. ഇതിനെയൊക്കെ എങ്ങനെ ഞാൻ വെളുപ്പിക്കും? ഇതിനെങ്ങനെ ഞാൻ വെളുപ്പിക്കും? നിങ്ങൾ തന്നെ പറ, എങ്ങനെ വെളുപ്പിക്കും? ഞാൻ എങ്ങനെ വെളുപ്പിക്കണമെന്ന് എനിക്കൊന്ന് പറഞ്ഞതാ കമന്റ് ബോക്സിൽ. അങ്ങനെയാണെങ്കിൽ ഞാൻ അങ്ങനെ വേണമെങ്കിൽ അടുത്ത വീഡിയോയിൽ വന്നിരുന്ന് വെളുപ്പിക്കാം. അല്ലാതെ എനിക്ക് മനസ്സിലാവുന്നില്ല ഇതിനെയൊക്കെ, ഈ പറഞ്ഞതിനെയൊക്കെ എങ്ങനെ ഞാൻ വെളുപ്പിക്കുമെന്ന്. പച്ചയ്ക്ക് പറയുക പ്രേക്ഷകര്. അയ്യേ, പ്രേക്ഷകർ ഇത് മൈൻഡ് ചെയ്യേണ്ട ആരുമില്ല, മൈൻഡ് ചെയ്യണ്ട. അതിനകത്ത് കിടന്ന് കരഞ്ഞു കൂവി അയ്യോ പ്രേക്ഷകർ എന്ത് വിചാരിക്കുവോ, പ്രേക്ഷകർ എന്നെ തെറ്റിദ്ധരിക്കുവോ എന്ന് പറഞ്ഞത് ഞാൻ കേട്ടതാ. ഞാൻ കണ്ടതാണ്, ഞാൻ കേട്ടതാണ്. എൻ്റെ ചെവിക്കും കണ്ണിനൊന്നും ഒരു കുഴപ്പമില്ല. നിങ്ങൾക്ക് വല്ല കുഴപ്പമുണ്ടോ? എനിക്ക് അറിയാൻ പാടില്ലാണ്ട് ചോദിക്കാം. ഞാൻ സീരിയസ് ആയിട്ട് ചോദിക്കാം, നിങ്ങൾക്ക് വല്ല കുഴപ്പമുണ്ടോ? അതിനകത്ത് പറയുന്നത് ഞാൻ കണ്ടതാ, നിങ്ങൾ ആരും കണ്ടില്ലേ? ആ പറഞ്ഞ ആളാണ് ഇതാ പുറത്ത് വന്നിട്ട് ഈ ഡയലോഗ് അടിക്കുന്നത്. പ്രേക്ഷകർ അയ്യേ, പ്രേക്ഷകരെ മൈൻഡൊന്നും ചെയ്യേണ്ട, പ്രേക്ഷകർ പലതും പറയുമെന്ന്. അല്ല അപ്പോൾ പ്രേക്ഷകരെ നിങ്ങളോട് എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങൾക്ക് എന്ത് വിലയുള്ളത്? മനസ്സ് തുറന്ന് ഞാൻ ചോദിക്കുക, നിങ്ങൾക്ക് എന്ത് വിലയുള്ളത്? പറ, നിങ്ങൾ തന്നെ പറ, നിങ്ങൾക്ക് എന്ത് വിലയുള്ളത്? എല്ലാവരോടും അല്ല ഞാൻ ചോദിക്കുന്നത്, ഞാൻ എൻ്റെ പ്രേക്ഷകരോടല്ലേ ചോദിക്കുന്നത്. ഈ കുട്ടിയെ എന്ത് പറഞ്ഞാലും ഇങ്ങനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ച് അനുക്കുട്ടിയാണ് ചുന്ദരി തുന്തരി വാവ എന്ന് പറയുന്ന ആൾക്കാരോടാണ് എനിക്ക് ചോദിക്കാനുള്ളത്. നിങ്ങൾ പറ. ഇപ്പോൾ വരും, ഇപ്പം എന്നെ തെറി പറയാൻ വരും, അല്ലാതെ വേറൊന്നും നിനക്കൊന്നും പറയാൻ അറിയത്തില്ലല്ലോ. ഈ കണ്ടത് ഇത് ഇനി എന്തൊക്കെ കണ്ടാലും മിണ്ടാതെ വായും പൊത്തി തുന്തരി വാവ ഇങ്ങനെ ഇരിക്കും. അതിനൊക്കെ നിന്നെയൊക്കെ കൊള്ളത്തുള്ളൂ, മനസ്സിലായില്ലേ? അറ്റ്ലീസ്റ്റ് എനിക്കിത് പറയാനുള്ള ഒരു ഗട്സ് ഞാൻ കാണിക്കുന്നുണ്ടോ? നിന്നെയൊക്കെ എന്നാത്തിനും കൊള്ളാം പറ. ഇത്രയും പച്ചയ്ക്ക് പറഞ്ഞിരിക്കുകയാണ്. പ്രേക്ഷകര് മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. അല്ല ഈ കൊച്ചിനോട് എനിക്ക് ചോദിക്കാനുള്ള, മോക്ക് എങ്ങനെ ഇതൊക്കെ പറയാൻ തോന്നുന്നു? കഴിഞ്ഞ ദിവസം വരെ പ്രേക്ഷകരായിരുന്നല്ലോ എല്ലാം. പ്രേക്ഷകർ എന്തെങ്കിലും ഒന്നൊന്ന് നെഗറ്റീവ് ചിന്തിച്ചാൽ മോളുടെ എല്ലാം കൂടെ അഴിഞ്ഞ് താഴെ വീഴുമെന്നായിരുന്നല്ലോ മോള് കഴിഞ്ഞ ദിവസം വരെ പറഞ്ഞിരുന്നത്. ഇപ്പൊ എങ്ങനെ പറ്റുന്നു ഇത് പറയാൻ? ഈ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾക്ക് ഒരിക്കലും ഈ വീഡിയോ ഒന്നും എടുത്തുകൊണ്ട് എങ്ങനെ സപ്പോർട്ട് ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല. ഇതിനെയൊക്കെ എങ്ങനെ വെളുപ്പിക്കുക? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ സത്യമായിട്ടും പറഞ്ഞതാ. ഞാൻ ഇത് കണ്ടപ്പോൾ എനിക്ക് ലിറ്ററലി ഇങ്ങനെ പറയാനാണ് തോന്നിയത്. പക്ഷെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കുറേ എണ്ണങ്ങൾ ഇറങ്ങും. അതുകൊണ്ട് ഇതിനെ മാക്സിമം ഒന്ന് വെളുപ്പിക്കാൻ ഞാൻ ശ്രമിച്ചടേ കുറേ നേരം വരുന്നത്. എനിക്ക് പറ്റുന്നില്ല. ഈ സാധനത്തിനൊക്കെ എങ്ങനെ വെളുപ്പിക്കാൻ പറ്റും? ആരെങ്കിലും എനിക്കൊന്ന് പറഞ്ഞതാ. അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ഞാൻ അങ്ങനെയാണെങ്കിൽ വെളുപ്പിക്കാൻ ശ്രമിക്കാം. അല്ലാതെ എനിക്കറിയത്തില്ല. പക്ഷെ അപ്പോഴും ഈ വീഡിയോ ഇങ്ങനെ കാണും കേട്ടോ.
ഞാൻ ഈ പറഞ്ഞതെല്ലാം ഇവിടെ തന്നെ കാണും. ഇതൊക്കെ കണ്ടിട്ടും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞാൻ കുറേ വീഡിയോകൾ ഈ 2 ദിവസമായിട്ട് കാണുന്നുണ്ട്. ഈ പ്രത്യേകിച്ച് ഈ അനുമോളുടെ എയർപോർട്ട് എൻട്രിയും അനുമോള് ആര്യനാട് വന്നപ്പം ജനങ്ങളുടെ സ്വീകരണവും ഇതൊക്കെ അതിനകത്ത് ഒരു സൈഡിൽ ഞാൻ കണ്ടു. എന്നിട്ട് അനീഷേട്ടനെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഒരു സൈഡിൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ആ ഒരു സാധനം, അതായത് ഈ അനിമോൾക്ക് ഫാൻസ് ഉള്ളത് മൊത്തം ഈ കുടുംബ പ്രേക്ഷകരാണ്, അതുകൊണ്ട് തന്നെ അവർക്ക് രാത്രിയിൽ അനിമോളെ കാണാനോ സ്വീകരിക്കാനോ ഒന്നും പുറത്തു നിൽക്കാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ് അവിടെ തിരക്കില്ലാഞ്ഞത്. അനീഷിന് പക്ഷേ അങ്ങനെയല്ല, അതുകൊണ്ടാണ് അനീഷിന് ഭയങ്കര തിരക്കുണ്ടായിരുന്നത് എന്നൊക്കെ പറയുന്നവരെ കേട്ടു. ഞാനും അപ്പം ഓക്കെ, ചിലപ്പോൾ അതായിരിക്കാം കാരണം എന്ന് ഞാനും വിചാരിച്ചു, വിട്ടുകളഞ്ഞു, പോട്ടെ. പക്ഷെ ഈ പെൺകുട്ടി ഇപ്പം ഈ പറയുന്നതൊക്കെ നിങ്ങളൊന്ന് കേൾക്കൂ. ആ ചെന്ന് കുറച്ചു പേരാണെങ്കിലും അവിടെ ചെന്ന് നിന്ന് സ്വീകരിച്ച പ്രേക്ഷകർ, ആ കുട്ടിയുടെ പ്രേക്ഷകരല്ലേ, അവരെയും കൂടെയും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഈ വർത്താനം പ്രേക്ഷകരെ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല മോളെ. പ്രേക്ഷകർ ഉള്ളത് കൊണ്ടാണ് നീ എന്തെങ്കിലും PR-ന്റെ വോട്ടും കാര്യമൊക്കെ കാണും, പക്ഷെ എന്തെങ്കിലുമൊക്കെ ഇച്ചിരിയൊക്കെ കുറച്ച് അമ്മമാരെങ്കിലും നിന്നെ സ്നേഹിച്ചിട്ടുണ്ട്, നിനക്ക് വോട്ട് കുത്തിയിട്ടുണ്ട്, അവരോടൊരു സ്നേഹം കാണിക്കാം. അത്രേ എനിക്ക് പറയാനുള്ളൂ, കൂടുതലൊന്നും പറയാനില്ല. അവരോടെങ്കിലും കുറച്ച് സ്നേഹവും ഒരു ആത്മാർത്ഥതയൊക്കെ കാണിക്കാം. അല്ലാതെ ഇറങ്ങിയിട്ട് ഒരുമാതിരി ഇങ്ങനെ പച്ചയ്ക്ക് പറഞ്ഞു കളയരുത്. ഒരു മാർഗവും ഇല്ല സപ്പോർട്ട് ചെയ്യാൻ. അതുകൊണ്ടാണ് ഞാൻ നിന്നെ വിമർശിച്ചിട്ടുണ്ട്, ഞാൻ നിന്നെ സപ്പോർട്ടും ചെയ്തിട്ടുണ്ട്. എനിക്കിപ്പോൾ നിന്നെ സപ്പോർട്ട് ചെയ്യാനൊന്നും ഇല്ല, മനസ്സിലായില്ലേ? പിന്നെ എന്ത് മാങ്ങാണ്ടി മോള് കാണിച്ചാലും സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ആളുകൾ കാണും. എന്നെക്കൊണ്ട് അതിന് കഴിയത്തില്ല, എന്നെക്കൊണ്ട് അതിന് പറ്റത്തില്ല, മനസ്സിലായോ? ഞാനിപ്പോൾ അനീഷിൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഞാൻ അതുകൊണ്ടാണ് നേരത്തെ ഒരു സാധനം പറഞ്ഞത്. അനീഷ് ഇങ്ങനെ ഗേ ആണെന്നൊക്കെ അവിടെ എവിടെയൊക്കെ ആയിട്ടൊക്കെ ഇങ്ങനെ കിംബദന്തികൾ കേൾക്കുന്നുണ്ട്. നമുക്കത് കംപ്ലീറ്റ് ആയിട്ട് അങ്ങനെ അല്ല, അനീഷേട്ടൻ വളരെ നീറ്റാണ് എന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. കാരണം എനിക്ക് പേഴ്സണലി അറിയത്തില്ല. നാളെ ഇനി ഏതെങ്കിലും കേസിൽ ഇതുവല്ല ആണെന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നെഞ്ചത്തോട്ട് വരും. നിങ്ങൾ പ്രേക്ഷകരെ, നിങ്ങൾ തന്നെ എൻ്റെ ഈ ബിഗ് ബോസ് റിലേറ്റ് ചെയ്ത വീഡിയോ കാണുന്ന ആൾക്കാർ എന്നോട് ചിലപ്പോൾ ചോദിക്കും, എടാ മോനെ നീ അന്ന് പറഞ്ഞതല്ലേ, ഇപ്പം കണ്ടല്ലോ ഇത് ഇങ്ങനെയൊക്കെയാണ് കേൾക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്ത് പറയും? എനിക്ക് തിരിച്ചൊന്നും പറയാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ തന്നെ ഈ ഒരു ഷോയുമായി റിലേറ്റ് ചെയ്ത് നമ്മൾ റിവ്യൂ ചെയ്യുമ്പോൾ പല കാര്യങ്ങൾ ഇന്ന് നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ തോന്നുന്നവരെ നാളെ നമുക്ക് നെഗറ്റീവ് പറയേണ്ടി വരും. ആ ഒരു സാഹചര്യത്തിൽ ഈ ഒരു പരിപാടി റിവ്യൂ ചെയ്യുന്നതുകൊണ്ട് തന്നെ പലയിടത്തും നമുക്ക് മിണ്ടാൻ പറ്റുന്നില്ല, മനസ്സിലായില്ലേ? അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുന്നത്. അപ്പോൾ ഇത്രയും വലിയൊരു കേസിലൊന്നും ഞാനത് ഒന്നും ഏറ്റെടുത്ത് തലവെക്കാത്തത്. പക്ഷെ അനിമോളുടെ ഈ കേസ് ഇതൊക്കെ കുറച്ചെന്നല്ല, നല്ല ഓവറായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ആൾക്കാരെ ഇങ്ങനെ പുച്ഛിക്കരുത്. ഇതൊരു പുച്ഛം കൊടുത്തതായിട്ട് തന്നെയാണ് ലിറ്ററലി എനിക്ക് തോന്നിയത്. പ്രേക്ഷകർ എന്നാണ് എടുത്തു പറഞ്ഞിരിക്കുന്നത്. ഇതിനിപ്പോൾ ആരുടെ പ്രേക്ഷകർ, മറ്റവൻ്റെ പ്രേക്ഷകരോ മറിച്ചവൻ്റെ അങ്ങനൊന്നും ഇല്ല. പ്രേക്ഷകർ എന്ന് പറയുമ്പോൾ എല്ലാവരും പ്രേക്ഷകരാണ്. ആ പ്രേക്ഷകർ ഇങ്ങനെ ഒട്ടടങ്കമാണ് ഈ പറഞ്ഞിരിക്കുന്നത്, മനസ്സിലായില്ലേ? പ്രേക്ഷകരെ മൈൻഡ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, അവരങ്ങനെ പലതും പറയുമെന്ന് എനിക്കറിയാൻ പാടില്ല. ഞാൻ എൻ്റെ അഭിപ്രായമാണ് ഈ പറഞ്ഞത്. എൻ്റെ ഭാഗത്തു എന്തെങ്കിലും തെറ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക, ഓക്കെ? വേറെ ആരും ക്ഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം തെറ്റ് പറഞ്ഞിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു. ചിലപ്പോൾ നിങ്ങളിൽ പേഴ്സണലായിട്ട് ചിലപ്പം ഇന്നയാൾ എന്തൊക്കെ ചെയ്താലും അയാൾ എൻ്റെ മുത്തുമണിയാണ്, അയാളെ ഞാൻ മുമ്പ് കെട്ടിവിടത്തില്ല, അയാളെ ഞാൻ എങ്ങോട്ടും വിടത്തില്ല, ഉമ്മ ഈ ഒരു മൂഡിലിരിക്കുന്ന ആൾക്കാർ കാണുമല്ലോ, അവരോടാണ്. നിങ്ങൾ എന്നോടങ്ങ് ക്ഷമിക്കുക, മനസ്സിലായില്ലേ? എന്നെക്കൊണ്ട് പൊക്കാൻ ഇതൊക്കെ കണ്ടിട്ട് പൊക്കാൻ പറ്റുന്നില്ലടേ. ഇത്ര എനിക്ക് പറയാനുള്ളൂ. ഇനി നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒരുപാട് ആളുകളുണ്ടെന്നറിയാം, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് പെട്ടെന്ന് വരാം. ഇനി ബിഗ് ബോസ് റിലേറ്റ് ചെയ്ത് തന്നെ ആയിരിക്കും വരുന്നത് എനിക്കറിയത്തില്ല, ചിലപ്പം സോഷ്യൽ റിലവൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ആയിരിക്കും. എന്താണെങ്കിലും സ്ഥിരമായിട്ട് ഫോളോ ചെയ്യുക, വീഡിയോ ഒക്കെ കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.